പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് പുതിയ ഗെയിമുമായിട്ടാണ്. ഗെയിമിന്റെ പേര് പഞ്ചായത്ത് ഗെയിം. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് ഓരോരോ നമ്പർസ് ഉണ്ട്. നമ്പർ 1 2 3 4 5 അറിയാലോ. അപ്പോൾ നമുക്കിത് നറുക്കിടാം. നറുക്കിടാന്ന് വെച്ചാൽ ആദ്യം ആശിക്ക് ഒരു. അപ്പോൾ ആശിക്കിനെ വിളിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ആക്കുന്നു, ഇങ്ങനെ ആക്കുന്നു. ഓക്കെ, ഇതാർക്കാ? നിനക്ക്. ഇതാ അൽത്താഫിന്. ഇത് ഫിനാന്. ഇത് എനിക്ക്. ഓക്കെ, അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ നമ്പർ കിട്ടിയിട്ടുണ്ട്. 1 2 3 4 5. അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ബാറ്റ് ഉണ്ട്, ബോൾ ഉണ്ട്. ക്രിക്കറ്റ് കളിക്കാനില്ല. നമ്മളിതെടുത്ത് 1 2 3 4 എണ്ണം ഇങ്ങനെ ചെയ്യണം. 4 എണ്ണം ചെയ്താൽ നമ്മൾ സെക്കൻഡ് റൗണ്ടിലോട്ട് പോകും. അല്ലാതെ ഇതിനകത്ത് 4 എണ്ണം എടുത്തില്ലെങ്കിൽ നമ്മൾ ഔട്ടാവും. ഔട്ടായി പണിഷ്മെന്റ് തരും. ഇഷ്ടമുള്ള പണിഷ്മെന്റ് നമുക്ക് എടുക്കാം, ഇഷ്ടമല്ല നമ്മൾ തരുന്ന പണിഷ്മെന്റ് നമുക്ക് എടുക്കാം. അപ്പൊ നമുക്ക് നമുക്ക് നറുക്കിട്ട് തീരുമാനിക്കാം. ഇനി ഔട്ട്, നമുക്ക് വേറെ ചാൻസും കൂടെ ഉണ്ട്. ഇന്നാക്കാം, ഔട്ടാവാം എന്നൊക്കെ. അപ്പൊ നമുക്ക് ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ വിളിക്കാം. സ്റ്റാർട്ട്. സെക്കൻഡ് കണ്ടസ്റ്റന്റ് വന്നിട്ടുണ്ട്. സ്റ്റാർട്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ആദ്യമായിട്ട് ഐശ്വര്യമായിട്ട് നമ്മുടെ പണിഷ്മെന്റ് കൊടുക്കാം, നമ്മുടെ ആശുപത്രി. അപ്പോൾ ഏത് പണിഷ്മെന്റ് വേണം നമുക്ക് നോക്കാം. ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. അപ്പോൾ ആണ്ടേ വാട്ടർ ബലൂൺ തലക്കടിക്കണം, മുഖത്തടിക്കണം. എവിടെ പനിയായി പിന്നെ മുഖത്തടിക്കാം. അടിക്കട്ടെ? എറിയണോ? അടിക്കണം. എറിയട്ടെ? അപ്പൊ നമുക്ക് തേർഡ് കണ്ടസ്റ്റന്റ് കളിക്കാം. അത് ഞാൻ തന്നെ. അപ്പോൾ ഗൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ എത്ര ചെയ്ത് നോക്കാം. 2 3 4 5 6 7 8 9 10 11 ഇത്രയും മതി. അപ്പൊ നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റ് കളിക്കാം. കണ്ടസ്റ്റന്റ് നമ്പർ 4. ഇവൻ എത്ര ചെയ്ത് നോക്കാം. 3 സ്റ്റാർട്ട്. 1 2 അപ്പൊ നീ ഇതൊന്നും അല്ലെങ്കിൽ അടുത്ത 5ാമത്തെ കണ്ടസ്റ്റന്റ് കളിക്കാം. ബാറ്റ് ബോളും. 5ാമത്തെ കണ്ടസ്റ്റന്റ് ആയ സിനാനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ സിനാൻ എത്ര നോക്കാം. 2 3 4 അപ്പൊ ഗൈസ് നമുക്ക് സെക്കൻഡ് റൗണ്ടിലോട്ട് പോവാം. ഗൈസ് അപ്പോൾ രണ്ടാമത്തെ ചാലഞ്ച് ആണെങ്കിൽ അറേഞ്ച് ചെയ്ത കളർ ചാലഞ്ച്. അപ്പോൾ ഗൈസ് അതിനുള്ള സംഭവങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓരോന്നോരോന്ന് ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇതൊന്നും അങ്ങനെ വെക്കണ്ട, ഇതൊന്നും വെക്കണ്ട. ഓക്കെ ഗൈസ് പെട്ടെന്ന് ചെയ്തോ. മൽബറി വെച്ചുണ്ടാക്കിയ കേട്ടോ. മഞ്ഞപ്പൊടി മൽബറി. ഓക്കെ സെറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ഗൈസ് ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് തെറ്റിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവനുള്ള പണിഷ്മെന്റ് കൊടുക്കാം. വാ. ലെഫ്റ്റ്. ഓക്കെ ഗൈസ് ലെഫ്റ്റ് ആണ്. അയ്യോ. അപ്പൊ ഇതെല്ലാം ഊരിക്കോ. ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. മുഖത്ത് എറിയണ തല അപ്പോൾ ഗൈസ് നമ്മൾ അത് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കണ്ടസ്റ്റന്റിനെ വിളിക്കാം. ഇല്ല, മാറ്റി വെച്ച് ചെയ്തോ.
ഇവനുള്ള ടാസ്ക് നമുക്ക് ഇവനുള്ള പണിഷ്മെന്റ് നമുക്ക് കൊടുക്കാം. മൂന്നാമത്തെ കണ്ടസ്റ്റന്റ് നമുക്ക് വിളിക്കാം. എന്നാ ശരി, നമുക്ക് പണിഷ്മെന്റ് കൊടുക്കും. ഗൈസ് അങ്ങനെ ആസ്വദിച്ച് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഇന്നലെ തുടങ്ങിയ പരിപാടിയാണ്. ഇന്നിപ്പോ കറക്റ്റായി കാണിച്ചു തരാതിരിക്ക. ഇതൊക്കെ നമ്മൾ എന്നോട്ട് കാണാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അവന്റെ വളർത്ത് ചിരി കണ്ടാലേ ഓക്കെ. അപ്പൊ രണ്ടാമത്തെ പണിഷ്മെന്റ് ഗൈസ് ഞാൻ അറിയാൻ പോവാണ്. ആസിഫിന്റെ വളർച്ച ചിരി കണ്ടപ്പോഴേ തോന്നി ഈ അപകടം എനിക്ക് നമുക്ക് ലാസ്റ്റ് കണ്ടസ്റ്റന്റിനെ വിളിക്കാം. എന്നെ ചെയ്ത് ഞാൻ പകരം ചോദിച്ചിട്ടുണ്ട്. ശരിയാണോ? ഉറപ്പിച്ച് അല്ലെങ്കിൽ കറക്റ്റാ? അപ്പോൾ ഗൈസ് നമുക്ക് അവസാനത്തെ റൗണ്ടിലേക്ക് പോവാം. അവസാനത്തെ റൗണ്ട് ഇച്ചിരി പാടാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ ആറിന് ഔട്ട് ആവുന്നു. അവരിനകത്ത് കൊടുത്തു ലാസ്റ്റ് ഒരാൾ പിടിച്ചിരിക്കുന്നു. അവർ അർപ്പിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഗൈസ് സ്റ്റാർട്ട്. ചെസ് നമ്പർ 4 ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട്. എന്നെ നോക്കിയൊരു പാട്ട് പാടേണ്ടോ? അപ്പൊ ബാക്കി അവശേഷിക്കുന്ന 3. എന്റെ ചങ്ക ആശിക്കാതെ തെളിയിച്ചിരിക്കുന്നില്ല. ചെസ് നമ്പർ 2 ഔട്ട് ആയിട്ടുണ്ട്. ഓക്കെ അപ്പൊ അത് പോയി. പറഞ്ഞതൊക്കെ അറിയണ്ടായോ? ഔട്ട് അവസാനം ഞങ്ങൾ രണ്ടുപേരും മാത്രം അവശേഷിക്കുന്നു. ഇതിനകത്ത് ഒരാളുണ്ട്. അവർ ജയിക്കും. 3, 2, 1 step. പതുക്കെ പതുക്കെ സാവധാനം. പൊട്ടത്തുമില്ല കള്ള വരൂട്. അപ്പോൾ ഞാൻ ജയിച്ചിട്ടുണ്ട്. ജയിച്ചതിന്റെ സമ്മാനം. കൺഗ്രാറ്റുലേഷൻസ്.